ഹായ്, അപ്പോഴേ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഞങ്ങൾ ജനീവ എയർപോർട്ടിൽ ബസ് കയറാൻ വേണ്ടി കാത്തുക്കാണ്. എന്തിനാണ് ബസ് കയറണമെന്നല്ലേ, കാറ് കിട്ടിയിട്ടില്ല. കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് വേറൊരു ബിൽഡിങ്ങിലാണ് അത്ര. ഒരു 2 കിലോമീറ്ററോളം കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഷട്ടിൽ ബസ് ഇവിടെ നിന്ന് തന്നെയുണ്ട്. കാറിൻ്റെ ചാവി കിട്ടാൻ കാത്തുന്ന പോലെ തന്നെ കുറച്ച് സമയം ഇവിടെയും കാത്തിക്കേണ്ടി വന്നു. ഒരു 15 മിനിറ്റോളം ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ബസ് വന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളൊരു 3-4 പേര് മാത്രമാണ് ആ ബസ്സിലുണ്ടായിരുന്നുള്ളൂ. കാര്യനീശി മുന്നേ തന്നെ പോയി സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിവിടെ നിന്നാൽ മതി, ഞാനിവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടെന്ന് പറഞ്ഞിട്ട് കെട്ടിയവനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പിയും പിടിച്ച് അവിടെ നിൽപ്പായി. എനിക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിന്ന് സീറ്റ് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുമ്പോൾ അവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അത് മാനസിക വിഷമം കൊണ്ട് ഞാനവിടെ പോയി ഇരുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എന്നിരുന്നാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം ബസ് കാർ പാർക്കിങ്ങിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വണ്ടി. വണ്ടിയിൽ എന്തായാലും ചുറ്റുപാടും എടുത്ത് കുറച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് പരിശോധിച്ച് ഞങ്ങൾ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ദുബായിലെ പ്രോ ഡ്രൈവർക്ക് യൂറോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ കൈവർക്കിട്ടുണ്ടെന്ന് മനസ്സിലായത് നാട്ടുകാരുടെ ചീത്തവിളി കേട്ടപ്പോഴാണ് കേട്ടോ. ഇവിടുത്തെ റൂൾസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് സ്പീഡ് ട്രാക്ക് ഏതാണ്, നോർമൽ ട്രാക്ക് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് സമയം നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം സ്പീഡൊന്നും ഇല്ലാതെ പതുക്കെ നല്ല കുട്ടിയായിട്ടാണ് വണ്ടി ഓടിച്ച് പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും നമുക്ക് നല്ല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാഫിക് റൂൾസ് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷേ റോഡിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലായി. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വിഷ്വൽ വ്യൂ ആണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഇപ്പോൾ ദുബായിൽ നമ്മൾ ജീവിച്ച് വന്നിട്ടുള്ള നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഇപ്പോൾ ചെടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. പലതരം കളറുകളിൽ ഇപ്പോൾ ഞാനിപ്പോൾ ക്യാൻവാസിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് ചെടികൾ വരെ എനിക്കിങ്ങനെ കണ്ണിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ കാഴ്ചകൾ എനിക്കിങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ റൂട്ട് മാപ്പൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം കാഴ്ചകൾ കാണില്ല ഈ പറഞ്ഞ പോലത്തെ അവസ്ഥയിൽ ഞാൻ തന്നെയായി വഴികാട്ടിയും വഴി തെറ്റിക്കുന്ന ആളും. കാഴ്ചകൾ കണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തേണ്ടടുത്ത് എത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അതിലേക്ക് ഇൻവോൾവ് ആവാൻ നിന്നില്ല. അത് വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം മറക്കരുതല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ, പല സ്ഥലത്ത് പോയതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടൊക്കെ നോക്കുമ്പോൾ നല്ലതല്ലേ, നല്ലൊരു മെമ്മറി അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുന്നതാണ്. ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലൊന്നും എടുത്തിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്കും വലിയ പെർഫെക്ഷൻ ഉണ്ടായിരിക്കില്ല. ഇപ്പം നമ്മൾ ഏകദേശം ഫ്രാൻസ് ബോർഡറിലേക്ക് എത്താറായിട്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഫ്രാൻസിൻ്റെയും സ്വിറ്റ്സർലാൻഡിൻ്റെയും ബോർഡർ വരുന്നത്. ഇവിടെ ഞങ്ങൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിലെത്തി. ഞങ്ങൾ എന്താണ് ജനീവ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഫ്രാൻസിൽ നമ്മൾ റൂം എടുത്തതെന്നുള്ളതല്ലേ ഇനി അടുത്തൊരു ഡൗട്ട്. ചിലവ് കുറവ് നോക്കിയിട്ട് എടുത്തതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോട്ടൽ തപ്പിയിട്ട് നമ്മൾ ഹോട്ടലിലാണ് നമ്മൾ മാക്സിമം ഞങ്ങൾ എക്സ്പെൻസ് കുറച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു സ്ഥലം